അല്പം പോലും രാഷ്ട്രീയ ശരി കൂടാതെ തീർത്തും ജുഗുപ്സാസ്പദമായി ശകലം കാര്യങ്ങൾ പോകാൻ പറയാം. പൊരി മത്സ്യാസക്തയും രതിരസ സംഘാടകയും മൂലക്കുഴിയിൽ വരെ പരിഷ്കൃതത്വം കവിഞ്ഞവളുമായിട്ടുള്ള നടിച്ചുകുട്ടിയും അതുപോലെ തന്നെ ഓളുടെ പുരുഷ ഭാര്യയും ഒപ്പം ഭോഗ പങ്കാളി സേനയിലെ ഒരംഗം, സംസ്ഥാന പുല്ലുപുകയ പടയുടെ മുഖ്യ സൈന്യാധിപൻ എന്നീ പദവികൾ വഹിച്ചു വരുന്നവനുമായിട്ടുള്ള പാഷാണവേന്ദ്രനും ചലച്ചിത്ര കൊലാപാതകയുമായിട്ടുള്ള ഹാഷിഷോത്തമൻ എന്ന ഓപ്പിയമോളിയും സംയുക്തമായി തടുത്തുകൂട്ടുന്ന രാസ വെടിവാഴ്ചയിൽ അധിഷ്ഠിതമായിട്ടുള്ള സംഘടനയിൽ ആരെങ്കിലും ചേരുമോ എന്ന സംശയം ഒരു ചോദ്യമായി ഈയുള്ളവന്റെ പ്രേക്ഷക ഗണത്തിൽപ്പെടുന്ന ഒരു സഹജീവി ഈ പോങ്ങന് നേരെ തൊടുത്തുവിട്ടിരുന്നു. മനസ്സിലായിട്ടില്ല അല്ലേ? ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ എന്തോ കാര്യമായിട്ട് അങ്ങോട്ട് പുകച്ചു കയറ്റിയതിന്റെ ഫലമായി. ശരിയാണ്, പോങ്ങൻ എന്താ പറഞ്ഞെന്നുള്ളത് പോങ്ങനും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. തീവ്രമത മൗലികവാദികളുടെ കടിഞ്ഞാണിൽ കഴിഞ്ഞുകൊണ്ട് സുഡാധിപത്യ കേരളം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ചലച്ചിത്ര ജിഹാദികളാൽ തട്ടിക്കൂട്ടപ്പെടുന്ന ഒരു സംഘടനയിൽ ആരെങ്കിലും ചേരുമോ? അതായത് നാണമുള്ള ആരെങ്കിലും ചേരുമോ, അതല്ലെങ്കിൽ സാമൂഹ്യ ബുദ്ധിയും പൗരബോധവും ഒക്കെയുള്ള ആരെങ്കിലും ഒക്കെ ചേരുമോ എന്നുള്ള ഒരു സംശയമാണ് ചോദ്യമായി പോങ്ങന് നേരെ നീണ്ടുവന്നത്. സത്യത്തിൽ 2 ദിവസം നീണ്ട ആലോചനയ്ക്കൊടുവിൽ പോങ്ങന് ഏതാണ്ട് തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. നിങ്ങളേത് എത്രത്തോളം തൃപ്തിപ്പെടുത്തും എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും പോങ്ങൻ ആ ഉത്തരം ഒന്ന് പങ്കുവെക്കാം. ഈ മലവും മൂത്രവും മറ്റ് വിസർജ്യാംശങ്ങളുമൊക്കെ ഒരു വിസർജ്യ കുഴിയിലേക്ക് ചെന്നു ചേർന്ന് ഒന്നാവുന്ന പോലെ അവറ്റകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ദമ്പതിമാരുടെ ആ സംഘടനയിലേക്ക് സകല ചലച്ചിത്ര മാലിന്യങ്ങളും ഒന്നിച്ചു ചെന്നടിഞ്ഞിരിക്കും. അത് ഉറപ്പാണ്. ചേരേണ്ടിടത്ത് ചെന്നു ചേരുന്നതാണല്ലോ ചേലുള്ള കാര്യം. ചേല് മാത്രമല്ല, അതാണ് തീർച്ചയായിട്ടും ആരോഗ്യകരമായിട്ടുള്ള സംഗതി. വിസർജ്യ കുഴിയിൽ പോകേണ്ടത് അവിടേക്ക് ചെന്നു ചേരാതെ തടിയിൽ തന്നെ തടഞ്ഞു കിടന്നാൽ തടിക്ക് തട്ടുകേട് പറ്റും, ഇല്ലേ? തടിക്ക് തട്ടുകേട് പറ്റും. അതുപോലെ ചലച്ചിത്ര രംഗത്തെ സകല മാലിന്യങ്ങളും ഹാഷി ഷബു ദമ്പതിമാരുടെ വെടിരസ സംഘടനയാകുന്ന വിസർജ്യ കുഴിയിലേക്ക് ചെന്നു ചേരുന്നതാണ് സിനിമയ്ക്കും അതുപോലെ തന്നെ പ്രേക്ഷക സമൂഹത്തിനും ഒപ്പം പൗരജനതയ്ക്കും ഒരുപോലെ ആരോഗ്യകരമാകുന്ന സംഗതി. പാഷാണം പോഷകാഹാരത്തിൽ കലർന്നു കിടക്കുന്നതാണ് അപകടം, അല്ലേ? പാഷാണം പോഷകാഹാരത്തിൽ കലർന്നു കിടക്കുന്നതാണ് അപകടം. വിസർജ്യ കുഴിയിൽ പാഷാണം കിടന്നാൽ അമേദ്യം തീനികൾക്ക് മാത്രമേ അത് ആപത്താവുകയുള്ളൂ. ശരിയല്ലേ? അന്നം തീനികൾക്കുള്ള പ്രാധാന്യം സമൂഹത്തിലെ അപ്പിതീനികൾക്ക് കൽപ്പിക്കാത്തതിനാൽ അവരെപ്പറ്റി, അതായത് നമ്മുടെ ഈ അപ്പിതീനികളെ പറ്റി പോങ്ങന് മിതമായ അളവിൽ പോലും ആശങ്കയില്ല, ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് അന്നത്തിൽ കലർന്നു കിടക്കുന്ന വിഷങ്ങൾ വിസർജ്യ കുഴിയിലേക്ക് ചെന്നു ചേരുന്നതിനെ പോങ്ങൻ വളരെ ആശ്വാസത്തോടു കൂടിയാണ് കണ്ടു മനസ്സിലാക്കുന്നത്. ഈ ഹാഷി ഷബുവിന്റെ സംഘടന കൂടി വരുന്നതോടുകൂടി കണ്ണുകൾ കൊണ്ട് പാഷാണ വിസർജ്യം തിന്നണോ അതോ പോഷകാമൃതം ഉണ്ണണോ എന്ന തീരുമാനം കൈക്കൊള്ളാൻ പ്രേക്ഷക സമൂഹത്തിന് തീർച്ചയായിട്ടും സാധിക്കും, അല്ലെ? ഉദാഹരണത്തിന് സുഡൂട്ടിയുടെ പുയു എന്ന സിനിമ തന്നെ നമുക്ക് എടുക്കാം. സുഡൂട്ടിയുടെ പുയു എന്ന് പറയുന്ന സിനിമയെ പറ്റി ആലോചിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നാവിൽ അത് വന്നപ്പോഴാണ് പോകൻ ഒരു കാര്യം ഓർത്തത്. വിഷയത്തിൽ നിന്ന് ഒരല്പം പൊടിക്ക് നമ്മളൊന്ന് വ്യതിചലിച്ചാൽ മാത്രമേ എനിക്ക് തോന്നുന്നു അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തീർക്കുക, അല്ലെ? മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മനസ്സിലാക്കിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമെങ്കിലും പോകൻ നടത്താൻ കഴിയും. നമ്മുടെ ഈ അൻവറിയന്റെ കൂട്ടുകാരിൽ ഒരുവനായിട്ടുള്ള ഒരു നായരുടെ മോന്റെ 2ാം ബീവിയാണ്, അല്ലെങ്കിൽ 2ാം ഭാര്യയാണ് പുയു എന്ന പാഷാണ ചിത്രം പാകം ചെയ്തത്. അന്നവര് 2ാം ഭാര്യ ആയിട്ടില്ല. എന്തായാലും ഇപ്പോൾ നിലവിൽ അങ്ങനെയാണ് സ്ഥിതി. പാർട്ടിയുടെ ഇപ്പോഴത്തെ രാജാവായ നമ്മുടെ അപ്പം ഗോവിന്ദനെ ലണ്ടനിൽ കൊണ്ടുപോയി വെള്ളയപ്പമൊക്കെ വാങ്ങിക്കൊടുത്ത് ഈ നായരുടെ മോൻ നക്കിച്ചു വിട്ടത് നാട്ടിൽ പാട്ടായില്ലെങ്കിലും സംഗതി ഉള്ളതാണ്. നാട്ടിൽ പാട്ടായില്ലെന്ന് മാത്രം, എങ്കിലും സംഗതി ഉള്ളതാണ്. ഇനി പോങ്ങൻ പറയുന്ന ആളുകളെ നിങ്ങൾ ചുമ്മാ മനസ്സിലൊന്ന് കാണണം. വെറുതെ അവരുടെ മുഖം ഓർമ്മയില്ലെങ്കിൽ അവർ വഹിക്കുന്ന പദവിയോ അതല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രവർത്തന മേഖലയോ അതൊന്ന് മനസ്സിൽ കണ്ടാലും മതി. എന്നിട്ട് ഭാവനയുടെ ചരടിലല്ല, ഭാവന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ കുഴപ്പമാകും. അതുകൊണ്ട് ഒന്നുകിൽ ഇരയുടെ ചരടിൽ അല്ലെങ്കിൽ ഇമാജിനേഷന്റെ ചരടിൽ അവരെ നിങ്ങൾ ഒരു മാല പോലെ കോർക്കണം. ഒന്ന്, ലണ്ടനിൽ പോയി വെള്ളയപ്പം കഴിച്ച അപ്പം ഗോവിന്ദൻ. 2ാമത്തെ ആൾ, അപ്പം ഗോവിന്ദനെ ലണ്ടനിൽ കൊണ്ടുപോയി വെള്ളയപ്പം നക്കിച്ചുവിട്ട നായരുടെ മോൻ. 3ാമത്തെ ആൾ, നായരുടെ മോന്റെ കൂട്ടുകാരനായിട്ടുള്ള നമ്മുടെ അൻവറിയൻ. 4ാമത്തെ ആൾ, പുയു എന്ന പാഷാണ പടം പാകം ചെയ്ത് വിളമ്പിയ നായരുടെ മോന്റെ 2ാം നമ്പർ അച്ചി. 5ാമത്തെ ആൾ, പുയു എന്ന പടത്തിലെ നായകനായ മഹാതാരം. അതുപോലെ തന്നെ ഇനി 6ാമത്തെ ആൾ, പുയു എന്ന സിനിമ നിർമ്മിച്ച മഹാതാരത്തിന്റെ ശമ്പളക്കാരൻ. 7ാമത്തെ ആൾ, പുയു വിതരണം ചെയ്തത് നമ്മുടെ ഈ മഹാതാരത്തിന്റെ മകന്റെ നിർമ്മാണ കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് ആ മകനെ കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. ഇനിയിപ്പോ 8ാമത്തേത്
ഈ പുയുവിൻ്റെ രചനയ്ക്ക് പിന്നിൽ സിമി എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഉണ്ടായിരുന്നത്. എൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ രാഷ്ട്രീയത്തിൽ നിന്നാണ് ഞാൻ സിനിമയെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഈ സിമിയൻ തീവ്രവാദിയുടെ മുൻ സിനിമയിലും മഹാതാരം തന്നെയായിരുന്നു നായകൻ എന്നതും മനസ്സിൽ വയ്ക്കണം. ഈ തൂറിയവനെ ചുമന്നാൽ ചുമന്നവനെ നാറും എന്ന് പറയുന്ന ഒരു പഴമൊഴിയും ഈ നാട്ടിലുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അതായത് സിമിയൻ തീവ്രവാദി പുറത്തിറക്കിയ 2 പടത്തിലും നായകനായിട്ടുള്ളത് മഹാതാരമാണ്. ഇനി 9ാമത്തെ ആൾ അൻവറിയനുമായി രാഷ്ട്രീയവും മതവും മുണ്ടിന്റെ കരയും അതുപോലെ തന്നെ ഈ പുയുവിന്റെ രചയിതാവുമായി തീവ്രവാദവും പങ്കിടുന്ന നമ്മുടെ സിമിയൻ ജലീലിനെയും ചുമ്മാ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി ഈ 9 പുയുവാദി മക്കളെയും കൂടി ഒരു ചരടിൽ കോർക്കണമെങ്കിൽ ഏത് ചരടായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? രാഷ്ട്രീയമാണോ സിനിമയാണോ? 2 രംഗത്ത് നിന്നുമുള്ള ആളുകളാണല്ലോ ഈ 9 പേരും, അല്ലേ? 9 പേരിൽ 3 പേർ രാഷ്ട്രീയക്കാരും 6 പേർ സിനിമാക്കാരുമാണ്. എന്നാൽ സിനിമയും രാഷ്ട്രീയവുമാണോ ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്? അല്ല, കൂടുതലൊന്നും പോകാൻ പറയുന്നില്ല. സത്യത്തിൽ അപ്പം ഗോവിന്ദനും ആ നായരുടെ മോനും മിച്ചമുള്ള 7 ആളുകളുടെയും കരുക്കൾ മാത്രമാണ് എന്നുള്ളതാണ് സത്യം. ഇന്ന് ദ്വിമാര മരമന്നന് പറ്റിയ ചതി നാളെ ഈ ഗോവിന്ദന് പറ്റും. പിന്നെ നായരുടെ മോന് കറിവേപ്പിലയുടെ സ്ഥാനം പോലും ലഭിക്കുകയുമില്ല. അതിനുള്ള പാങ്ങില്ല പുള്ളിക്ക്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിൻ്റെ പിന്നിൽ അത് അവർക്ക് മാത്രം അറിയാവുന്ന എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകൾ അതിൻ്റെ പിന്നിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു കരു എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് സുഡുക്കളുടെ ആദരവിനോ അംഗീകാരത്തിനോ ഇരപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു മാഹാത്മ്യവും അയാളുടെ സ്വഭാവത്തിലോ വ്യക്തിത്വത്തിലോ ബുദ്ധിയിലോ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല പോകാൻ ഇതുവരെ. പുയു എന്ന സിനിമയെ മാത്രം മുൻനിർത്തി നോക്കിയാൽ അത് മാത്രം പോരെ. നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതും അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംഭവിച്ചതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നമ്മുടെ സമസ്ത രംഗത്തും ഈ സുഡുക്കൾ നേടിക്കൊണ്ടിരിക്കുന്ന ആധിപത്യമാണെന്ന് കാണാൻ, അല്ലേ? അതായത് സഖാക്കളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറെക്കുറെ സഖാക്കളല്ലാത്ത അല്ലെങ്കിൽ തീർത്തും സുഡാപ്പികളായിട്ടുള്ള നമ്മുടെ സിമിയൻ ജലീലിൻ്റെയും അൻവറിയൻ്റെയും ഒക്കെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. അത് അംഗീകരിക്കാൻ എളുപ്പമുള്ള ഒരു സത്യമൊന്നുമല്ല. ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഇടത് ബുദ്ധിയുള്ള ആളുകൾക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയുമാണത്. പക്ഷെ അത് സത്യമാണ്. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യമാണ്. മലയാള സിനിമയിൽ വലിയ സ്വാധീനശേഷിയായി വളർന്ന ദിലീപിനെ കടപുഴക്കിയാണ് മട്ടാഞ്ചേരി മാഫിയ മോളിവുഡിൽ പിടിയിട്ടത്. ഒരുപക്ഷെ ദിലീപിനെക്കുറിച്ച് ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലരും പോങ്ങനെ ചീത്ത വിളിക്കുമെന്ന് എനിക്കറിയാം. അതൊന്നും ഞാൻ കാര്യമാക്കില്ല. വളരെ വ്യക്തമായിട്ട് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ ആധികാരികമായ ഏതൊരു സംസാരത്തിനും തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവണം. പക്ഷേ തെളിവിനേക്കാൾ കൂടുതൽ വെളിവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും ദിലീപ് എന്ന് പറയുന്ന ആ നടൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അടുത്തെറിഞ്ഞ് കണ്ടിട്ടുള്ള ഒരാളൊന്നുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മഹത്വത്തെപ്പറ്റി എന്തെങ്കിലും 2 വാക്ക് പറയാനോ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അംഗീകാരം നൽകാനോ ഒന്നും പോങ്ങന് യോഗ്യനല്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ കൃത്യമായിട്ട് അദ്ദേഹം നേടിയെടുത്ത വളർന്ന ആ വളർച്ചയുണ്ടല്ലോ, ആ വളർച്ചയാണ് പുള്ളിക്ക് കൃത്യമായും ഉപദ്രവമായി മാറിയതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നേരെ നടന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ വളരെ ആസൂത്രിതമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പിന്നിൽ വളരെ 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 വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് സാമാന്യ ബുദ്ധിയോടുകൂടി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും കിട്ടും കാര്യങ്ങൾ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആസ്ഥാന ഇര പിന്നീട് സഹകരിച്ചിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ ആ ഇരയെ കണ്ടമാനം ആഘോഷിച്ച ആളുകളെയും അവരുടെ രാഷ്ട്രീയത്തെയും അവരുടെ മനോഭാവത്തെയും മറ്റുമൊക്കെ നോക്കിയാൽ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് കൃത്യമായിട്ടും കാര്യം തിരിയും. നമ്മുടെ സൂപ്പർ താരത്തെ സംഘിയായ സവർണ മാടമ്പിയായും അതുപോലെ തന്നെ നമ്മുടെ മഹാതാരത്തെ സഖാവായ സാമൂഹ്യ ജീവിയുമായി ഡിജിറ്റൽ യുഗത്തിൽ അവതരിപ്പിച്ചത് ഹാഷി ഷബു നിർമ്മിച്ച മഹേശന്റെ പ്രതികാരത്തിലാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്, അല്ലെങ്കിൽ ഓർത്തിരിക്കണം. മമ്മൂക്ക് ഇപ്പൊ എന്നാ റോളുകളും ചെയ്യും. തെങ്ങറ്റക്കാരൻ, ചായക്കടക്കാരൻ, പൊട്ടൻ, മന്നൂതി. പക്ഷെ നമ്മുടെ ലാലേട്ടനുണ്ടല്ലോ, വർമ്മ നായരും മേനോൻ, ഇത് വിട്ടൊരു കളിയില്ല. ടോപ്പ് ക്ലാസ് ഉള്ളി. ഇതേ കണ്ടോ? നല്ലതല്ലേ? എന്നാ ചിരിച്ചേ? അതിനകത്തൊരു തമാശയില്ല, അതിനകത്തൊരു ക്രിയാത്മകമായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തുത പുറത്തേക്ക് കൊണ്ടുവന്നതില്ല. അതിനകത്ത് സർഗബുദ്ധി തീർച്ചയായിട്ടും കലർന്നിട്ടില്ല. അതിനകത്ത് വെറുപ്പാണ്, അതിനകത്ത് പകയാണ്, അതിനകത്ത്
ഗൂഢാലോചനയാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു സംഭാഷണ ശകലത്തിനകത്ത്. അത് കൃത്യമായിട്ടും പകബുദ്ധിയോടുകൂടി ഈ സുഡാപ്പിവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വളരെ കരുത്തനായിട്ടുള്ള, വളരെ ജനകീയനായിട്ടുള്ള, വളരെ സ്വാധീനശേഷിയുള്ള, വളരെ കച്ചവട മൂല്യമുള്ള ഒരു നടൻ എന്ന നിലയിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി തകർക്കപ്പെടണം. എങ്കിൽ മാത്രമേ അവിടേക്കൊക്കെ കൃത്യമായ നിലയിൽ അവരുടേതായിട്ടുള്ള അജണ്ടകൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകൾ അവിടെ എത്തണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ പറയുന്ന മഹാതാരമൊക്കെ എത്രയോ പരാജയങ്ങൾ നിരന്തരം ഏറ്റുവാങ്ങിയിരിക്കുന്നിടത്തുനിന്നാണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം മഹാനായിട്ടുള്ള നടനായി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ നടന സിദ്ധിക്ക് മഹാത്മ്യമില്ല എന്നുള്ളതല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കിട്ടിക്കാണും എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ പെട്ടെന്ന് മലയാള സിനിമയുടെ മുഖമായി മഹാതാരം എത്തപ്പെട്ടതുപോലെയുള്ള ഒരു തോന്നലൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടായി വന്നതിനകത്ത് വലിയ PR പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. PR പ്രവർത്തനം നല്ലതാണ്, പക്ഷേ അത് സുഡാപ്പികൾ അത് കൃത്യമായ ദുരുദ്ദേശത്തോടുകൂടി നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. അതാണ് സത്യം. അതുപോലെ ഇപ്പോൾ ഈ അടുത്ത് നടന്ന കാര്യത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ കുറച്ച് വർഷങ്ങൾ പഴകിയതാണ് എങ്കിൽ പോലും ഈ അടുത്ത ഇന്നലെ എന്ന് പറയാവുന്നതുപോലെ നടന്നിരിക്കുന്ന ഒരു കാര്യമാണ്. നല്ല ഒരു പിണറായി ഇഷ്ടം അതുപോലെ തന്നെ താരതമ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാഷിഷ് അബുവിനേക്കാൾ കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള നമ്മുടെ B ഉണ്ണികൃഷ്ണൻ വരെ രക്ഷയില്ലാതായെന്ന് പറയുമ്പോൾ കേരളം തീർത്തും ഹരിത കേരളമായെന്നും അതുപോലെ തന്നെ ഈ മോളിവുഡ് മിക്കവാറും ഡോളിവുഡ് ആയി കഴിഞ്ഞു എന്നും മനസ്സിലാക്കാൻ പറ്റും. സാമാന്യ ബുദ്ധിയില്ലാത്തവർക്ക് മാത്രം ആനന്ദവും ആശ്വാസവും പ്രതീക്ഷയും ഒക്കെ പകരുന്ന ഒരിടമായി അല്ലെങ്കിൽ ഒരു മണ്ണായി ഹരിത കേരളം മാറിപ്പോയി എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ളൊരു സത്യമാണ്. വിഷയം അതല്ലാത്തതിനാൽ മാത്രം തൽക്കാലം ഞാനതൊന്നും പറയുന്നില്ല. എങ്കിലും അപ്പം ഗോവിന്ദനോട് സഹതാപമേ ഉള്ളൂ എന്ന് പറയാതിരിക്കുന്നുമില്ല. ദിമാറ മരമന്നന്റെ ദുരവസ്ഥയെ കണ്ട് തീർച്ചയായിട്ടും ഈ പോകൻ ആസ്വദിക്കുന്നുമില്ല. ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ദുരവസ്ഥയെ കണ്ട് ആസ്വദിക്കുന്നുമില്ല. ഇതെല്ലാം അദ്ദേഹം അർഹിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതല്ലാതെ അദ്ദേഹത്തെ പോലുള്ള ഒരു മനുഷ്യന് എന്താണ് വരേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലൊന്നും വലിയ തെറ്റൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥയിൽ ഒട്ടും തന്നെ ഒരു ആസ്വാദന ബുദ്ധിയോടുകൂടി അതിനെ സമീപിക്കുന്നില്ല. പ്രവൃത്തിദോഷം, കർമ്മഫലം, അത് എന്നെയും നിങ്ങളെയും ആരെയും അത് പിടികൂടും. എന്തായാലും അത് പോട്ടെ. ഈ ഹാഷിഷ് അബുവിൻ്റെ സംഘടന വരുന്നതോടുകൂടി കണ്ണുകൾ കൊണ്ട് പാഷാണ വിസർജ്യം തിന്നണോ അതോ പോഷകാമൃതം ഉണ്ണണോ എന്ന തീരുമാനം കൈക്കൊള്ളാനുള്ള ഒരു അവസരം പ്രേക്ഷക സമൂഹത്തിന് ലഭിക്കുമെന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോകൻ്റെ നാവ് വഴിതെറ്റി അങ്ങനെ ആ പുയുവാദി മക്കളിലേക്ക് പോയത്. സുഡുമലം തീനികൾക്ക് മാത്രം രുചിക്കുകയും ദഹിക്കുകയും ചെയ്യുന്ന സുഡൂട്ടിയുടെ പുയു എന്ന സിനിമയ്ക്ക് പലരും അന്ന് കണ്ണുവെച്ചത് അത് പാഷാണ വസ്തുവാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. സ്വാഭാവികമായും സുഡൂട്ടി എന്ന് പറയുന്ന മഹാതാരത്തോട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം പേറുന്ന പ്രേക്ഷക സമൂഹം യാതൊരു ദുഷ്ടബുദ്ധിയും കൂടാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി കണ്ണുമായി ചെന്ന് കയറിക്കൊടുത്തു തിയേറ്ററിൽ എന്നുള്ളതാണ് അവർക്ക് പറ്റിയിട്ടുള്ള അബദ്ധം. ഇനി അത്തരമൊരു അബദ്ധം ആർക്കും തന്നെ പറ്റില്ല. ഈ ഹാഷിഷ് അബുവിൻ്റെ പുല്ലുപുകയപ്പട പടച്ചുവിടുന്ന പാഷാണ പുയുക്കളിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ള അകലം സൂക്ഷിക്കാൻ സാമ്പ്രദായിക പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇനി അവസരമുണ്ടാവും, അല്ലേ? മട്ടാഞ്ചേരി മാഫിയ സുടുവിഷം താളിച്ച് പുറത്തിറക്കുന്ന ചലച്ചിത്ര വിഭവങ്ങൾ മാത്രമേ രുചിക്കൂ എന്നുള്ളവർക്ക് ഇനി ഹാഷിഷ് അബുവിൻ്റെയും ഓൻ്റെ ഭർത്താവിൻ്റെയും വിസർജ്യ കുഴിയെ ആശ്രയിക്കുകയും ചെയ്യാം. രണ്ടു കൂട്ടർക്കും, രണ്ടു തരം പ്രേക്ഷകർക്കും തീർച്ചയായിട്ടും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സിനിമ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ ചുരുക്കി പറഞ്ഞാൽ ഹാഷിഷ് അബുവിൻ്റെ രാസവെടി രസ സംഘടന വരുന്നത് രണ്ടു തരം പ്രേക്ഷകർക്കും ഒരുപോലെ സഹായമാകും. അതാണ് സത്യം. ഹാഷിഷ് അബുവിൻ്റെ പുല്ലുപുകയപ്പട പടച്ചുവിടുന്ന പടങ്ങൾ കാണുന്നില്ലെന്ന് തീരുമാനിക്കുന്നതോടുകൂടി പാഷാണത്തീട്ടം തിന്നേണ്ടി വരുമോ എന്ന ഭയം കൂടാതെ നേത്രഭോജകരായിട്ടുള്ള നാടൻ ചലച്ചിത്ര പ്രേമികൾക്ക് തിയേറ്ററുകളിലേക്ക് പോകാൻ സാധിക്കുമെന്ന സൗകര്യമാണ് ഇതോടുകൂടി തുറന്നു കിട്ടുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഹാഷിഷ് അബുക്കൾ വിളമ്പുന്ന വിഷവിസർജ്യങ്ങളൊക്കെ ആർത്തിയോടെ നേത്രഭോജനം നടത്തിക്കൊണ്ട് ആഹ്ലാദോർജം തരപ്പെടുത്താൻ അപ്പിദീനികൾക്കും തീർച്ചയായിട്ടും അവസരം തരപ്പെടും. അതൊക്കെ വളരെ നല്ല കാര്യമായിട്ടാണ് പോകാൻ കാണുന്നത്.
പിന്നെ പോങ്ങനെ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള ആ പുയ്യുമാലയെ പറ്റി നിങ്ങളൊക്കെ കാര്യമായി ഒന്ന് ആലോചിക്കണം. നന്നായി അമർന്നിരുന്ന് ആലോചിച്ചാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിപ്പുറത്തേക്ക് ചലച്ചിത്ര ലോകത്ത് സംഭവിച്ച സകല മാറ്റങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച ആ സുടുശക്തി എത്രമാത്രം പൊതുസമൂഹത്തെ കബളിപ്പിച്ചു എന്നുള്ള കാര്യം ഞെട്ടലോടുകൂടി മനസ്സിലാക്കാൻ നമുക്കെല്ലാം പറ്റും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിപ്പുറത്തേക്ക് ഇറങ്ങിയ മലയാള ചലച്ചിത്രങ്ങളിൽ മഹാഭൂരിപക്ഷവും ലഹരിയുടെ പരസ്യ ചിത്രങ്ങളായിട്ടാണ് മാറിയത്. സിമിയൻ തീവ്രവാദിയുടെ പടത്തിൽ ആവർത്തിച്ച് നായകനാവുകയും തീവ്ര മതമൗലികവാദിയുടെ സിനിമ തൻ്റെ ശമ്പളക്കാരനെ കൊണ്ട് നിർമ്മിക്കുകയും ചെയ്ത, എല്ലാ മതാചാരങ്ങളും മുറതെറ്റാതെ അനുഷ്ഠിക്കുന്ന മഹാതാരം, ആ മഹാതാരം കൊടും മതേതരനും അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചിട്ട് പോലും ആ സമുദായത്തിൽ ജനിച്ചവനായിട്ട് കൂടി അവിടേക്ക് പോകാതിരിക്കുകയും പ്രധാനമന്ത്രിയുടെ ക്ഷണം തീർത്തും നിരസിക്കുകയും ആത്മമിത്രങ്ങളായി ഒരു മുസൽമാനെയും ക്രൈസ്തവനെയും ഇരുവശത്തുമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സൂപ്പർ താരം, ആ സൂപ്പർ താരം സവർണ സംഘിയും ആവുന്നതിന് പിന്നിലുള്ള രഹസ്യവും തീർച്ചയായിട്ടും ഈ സുഡാപ്ലിക്കേഷൻ തന്നെയാണ്. ഏത് സത്യത്തിൽ കേരളീയ സമൂഹം തീവ്ര പുയുവാദി മക്കളുടെ നിയന്ത്രണത്തിൽ പൂർണ്ണമായും അകപ്പെട്ടു കഴിഞ്ഞു. 2 ചങ്കുള്ള വിജയൻ വരെ ദാസനായി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 ചങ്കുള്ള വിജയൻ വരെ ഈ സമൂഹത്തിൽ വെറും ദാസനായി മാറിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ആരോട് പറയാൻ? എന്ത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ പറഞ്ഞിട്ടുണ്ട്?